നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാനൊരുങ്ങി സർക്കാർ. പുലിക്കളി ഉപേക്ഷിക്കണോ എന്ന ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പുലിക്കളിക്ക് അനുകൂല നിലപാട്. SC/ST ഉപസംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഭാരത് ബന്ദ്. കേരളത്തിൽ ഹർത്താൽ. പൊതുഗതാഗതത്തെയും സ്കൂളുകൾ, പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ല. വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വിവിധ ദളിത് സംഘടനകൾ. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനാണ് ശ്രമം നടത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. പാലപ്പെട്ടിയിൽ കാർ കത്തി നശിച്ചു. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാലപ്പെട്ടി ദുബായ് പടിയിൽ വെച്ച് കത്തിയത്. നാട്ടുകാരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിൽ കാർ യാത്രികർ രക്ഷപ്പെട്ടു. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാനൊരുങ്ങി സർക്കാർ. പുലിക്കളി ഉപേക്ഷിക്കണോ എന്ന ചർച്ചയിൽ പുലിക്കളിക്ക് അനുകൂല നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സാമ്പത്തിക സഹായം നൽകാൻ തടസ്സമില്ലെന്നുമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെ നടത്തേണ്ടെന്ന് കോർപ്പറേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് സർക്കാർ അനുകൂല നിലപാടെടുത്തതെന്നറിയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ ഇതുവരെ നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അറിയുന്നത്. നിർദ്ദേശം ഉടൻ കോർപ്പറേഷന് ലഭിക്കുമെന്നുമാണ് കരുതുന്നത്. സംഘങ്ങളോട് കൂടിയാലോചന പോലും നടത്താതെ പുലിക്കളി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനെതിരെ പുലിക്കളി സംഘങ്ങൾ എതിർപ്പുമായി രംഗത്തു വന്നിരുന്നു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ R. ബിന്ദു, K. രാജൻ, P. ബാലചന്ദ്രൻ MLA എന്നിവർ വഴിയും നിരോധനം നീക്കാൻ ശ്രമം നടത്തിയിരുന്നു. അനിശ്ചിതത്വം അവസാനിക്കാൻ വഴിയൊരുക്കുന്നതാണ് സർക്കാരിന്റെ നിലപാട്. 4ാം ഓണനാളിലാണ് തൃശൂരിൽ പുലിക്കളി അരങ്ങേറുന്നത്. ഇത്തവണ യുവജന സംഘം വിയ്യൂർ ദേശം പുലിക്കളി സംഘം, ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി, കാനാട്ടുകര ദേശം പുലിക്കളി, ചക്കാമുക്ക് ദേശം പുലിക്കളി ശക്തൻ പുലിക്കളി സംഘം, സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതി, പാട്ടുരായ്ക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി, അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി എന്നീ 9 സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. SC/ST ഉപസംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഭാരത് ബന്ദ് നടത്തും. ഇതിനെ പിന്തുണച്ച് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ദളിത് സംഘടനകൾ അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയതായും സംഘടനകൾ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതുഗതാഗതത്തെയും സ്കൂളുകൾ, പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കും. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ബുധനാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക, സമഗ്ര ജാതി സെൻസസ് ദേശീയതലത്തിൽ നടപ്പാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ ക്രിമിലെയർ നയങ്ങൾ റദ്ദാക്കുക, SC/ST ലിസ്റ്റ് 9ാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭാരത് ബന്ദ് നടത്തുന്നത്. വിടുതലൈ, ചിരിതൈകൾ, കച്ചി ദളിത് സാംസ്കാരിക സഭ, ഊരുകൂട്ട ഏകോപന സമിതി, ഗോത്ര മഹാസഭ, മല അറയ സംരക്ഷണ സമിതി, MCF, കേരള സാംബവ സൊസൈറ്റി, കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് സംസ്ഥാനത്ത് ഹർത്താലിന് നേതൃത്വം നൽകുന്നത്. എടക്കളത്തൂരിന് ഇനി നാടകരാവുകൾ. ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിലായാണ് നാടകോത്സവം അരങ്ങേറുക. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ 37 വർഷമായി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മാരക നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ അരങ്ങേറുന്ന നാടകോത്സവത്തോടെയാണ് ജില്ലയിലെ പ്രൊഫഷണൽ നാടകോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് നാടകാവതരണം നടക്കുക. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നാടകോത്സവം നാടകപ്രേമികളായ കാണികളുടെ നിറസാന്നിധ്യത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അരങ്ങിലെത്തിയിരുന്നത്.
ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് CA ജിനേഷ്, സെക്രട്ടറി AM ലിജീഷ്, ചെയർമാൻ പ്രൊഫസർ VS മാധവൻ, കൺവീനർ KC ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ദേശാഭിമാനി നാടകോത്സവം അരങ്ങിലെത്തിക്കുന്നത്. നാടകോത്സവത്തിനായുള്ള വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മൈതാനിയിൽ തുടക്കം കുറിച്ചു. ആഗസ്റ്റ് 25 ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകത്തിന്റെ അവതരണത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമാകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കടയ്ക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79, കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ്, തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള, കൊല്ലം കാളിദാസയുടെ അച്ഛൻ, തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള എന്നിവയാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ അവതരണത്തിനായി നാടകോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു നാടകങ്ങൾ. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനാണ് ശ്രമം നടത്തിയത്. ഭണ്ഡാരങ്ങളുടെ പുറത്തെ പൂട്ട് തകർത്തെങ്കിലും അകത്തുള്ള പൂട്ട് തുറക്കാൻ കഴിയാത്തതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരാൾ മതിൽ ചാടി അകത്ത് കടന്ന് കമ്പിപ്പാര ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. ഒരാൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നിൽക്കുകയായിരുന്നു. 2 പേരും തല തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു. ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. പാലപ്പെട്ടിയിൽ കാർ കത്തി നശിച്ചു. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാലപ്പെട്ടി ദുബായ് പടിയിൽ വെച്ച് കത്തിയത്. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. കാർ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വാഹനം റോഡരികിൽ നിർത്തി നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിൽ കാർ യാത്രികരെ സുരക്ഷിതമായി പുറത്തിറക്കാനായി കാറിലുണ്ടായിരുന്ന ജസീം, സാദിഖ്, ജാഫർ എന്നിവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും വെള്ളം എത്തിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊഴുകി വീടുകളിലേക്ക് കയറുന്നത് പതിവാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് റോഡരികിൽ കാനകളില്ലാത്തത്. എരുമപ്പെട്ടിയിൽ നിന്നും തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന റോഡ് 1 വർഷം മുമ്പാണ് നിർമ്മിച്ചത്. റോഡിൽ കോൺക്രീറ്റ് കാന നിർമ്മിക്കണമെന്ന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ കരാറുകാരൻ കാന നിർമ്മിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വാർഡ് മെമ്പർ റിജി ജോർജ് ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടുന്നു. ഇവിടെ ഈ റോഡ് ടാറിങ് കഴിഞ്ഞതിന് ശേഷം കാന പണിയാതെ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയത്തുണ്ടായ വെള്ളത്തില് ഇപ്പൊ ഈ കാണുന്ന എല്ലാ വീടുകളിലും ഉമ്മറ വരെ വെള്ളം കയറി കൊടുക്കുകയായിരുന്നു. നമ്മൾ PWDക്ക് മാസങ്ങളോളമായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഇത് മെഡിക്കൽ കോളേജ് മെയിൻ റോഡാണ്. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് റോഡാണ്. അവര് കുറേ തവണ പറഞ്ഞിട്ടാണ് ഒന്ന് വന്ന് നോക്കുകയെങ്കിലും ചെയ്തത്. എന്നിട്ട് നാളെ പണിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസത്തിന് മേലെ. അപ്പൊ ആ ചാല് മൂടി പോയതിനു ശേഷം പിന്നീട് ആ ചാലൊന്ന് തൂർത്ത് പഴയ രീതിയിലേക്ക് ആക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ മഴവെള്ളത്തിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഉയർന്ന പ്രദേശങ്ങളുടെ വെള്ളം മൊത്തം ഇവിടേക്ക് ഒഴുകി വരിക. പിന്നെ വാഴാനി ഡാം തുറന്നുവിട്ട ആ ഒരു സമയത്ത് അവിടുത്തെ മുകളിൽ ഒരു കനാൽ പോലെയുണ്ട്. ആ കനാലിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് വെള്ളം വന്നിരുന്നു. അതും ഇവിടേക്ക് വരുന്നൊരു സാഹചര്യം. റോഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ മഴ പെയ്താൽ വെള്ളം വീടുകളിലേക്ക് ഒഴുകുകയാണ്. വാഴാനി കനാൽ നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും കാനയില്ലാത്തതിനാൽ വീടുകളിലേക്ക് കുത്തിയൊഴുകി വരുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് എഞ്ചിനീയർമാരോട് നിരന്തരം പരാതിപ്പെടുന്നുണ്ടെങ്കിലും കാന നിർമ്മിക്കാനാവശ്യമായ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. തൃത്തല സബ് ജില്ലാ വോളിബോൾ ടൂർണമെന്റിൽ സബ് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജൂനിയർ വിഭാഗത്തിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി. സബ് ജൂനിയർ മത്സരത്തിൽ ആനക്കരയെയും സീനിയർ വിഭാഗത്തിൽ GHSS കുമരനെല്ലൂരിനെയും പരാജയപ്പെടുത്തിയാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായത്. ജൂനിയർ വിഭാഗത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏകപക്ഷീയമായ 3 സെറ്റിനെ പരാജയപ്പെടുത്തി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം സ്വന്തമാക്കി. തൃത്താല AEO പ്രസാദ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ഷെജീന ഷുക്കൂർ, HM ഇൻചാർജ് ഷീന P ശങ്കർ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു.
ചൊവ്വന്നൂർ മറീന ഹോമിലെ അന്തേവാസികൾക്ക് പഴഞ്ഞി മാർ ഡൈനീഷ്യസ് കോളേജിലെ NCC ആൺകുട്ടികളുടെ യൂണിറ്റിലെ കേഡറ്റുകൾ വസ്ത്രങ്ങൾ സമ്മാനിച്ചു. ലോക മാനവികതാ ദിനത്തോടനുബന്ധിച്ചാണ് ഓട്ടിസ്റ്റിക് വൃദ്ധസദനത്തിൽ വസ്ത്രദാനം സംഘടിപ്പിച്ചത്. 24 കേരള NCC ബറ്റാലിയനുമായി ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങ് കമാൻഡിംഗ് ഓഫീസർ കേണൽ RL മനോജ് ഉദ്ഘാടനം ചെയ്തു. അന്തേവാസികളുമായി സംവദിക്കുകയും ഷർട്ട്, ടീഷർട്ടുകൾ, ട്രൗസർ, ലുങ്കികൾ തുടങ്ങിയവ കമാൻഡിംഗ് ഓഫീസർ കൈമാറുകയും ചെയ്തു. അന്തേവാസികളുടെ കലാപരമായ കഴിവുകൾക്ക് വേദി ഒരുക്കുകയും ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് മാത്യു ചടങ്ങിൽ അധ്യക്ഷനായി. NCC ബറ്റാലിയനിലെ സുബേദാർമാരായ നൌകൽ മിർദ, കൗസിംഗ് സിംഗ്, ഹവിൽദാർ രജീന്ദർ സിംഗ്, സീനിയർ അണ്ടർ ഓഫീസർ KP അഭിനവ്, PM റെജിമോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചടങ്ങിന് മുന്നോടിയായി കോളേജിലെത്തിയ കമാൻഡിംഗ് ഓഫീസറെ ഗാർഡ് ഓഫ് ഓണർ നൽകി കേഡറ്റുകൾ സ്വീകരിച്ചു. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് മനസ്സ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ പഴയകാല ഫോട്ടോഗ്രാഫർമാരും സഹോദരന്മാരുമായ ചൂണ്ടൽ അതുല്യ സ്റ്റുഡിയോയിലെ വത്സൻ TA, അച്യുതൻ TA എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ കൺവീനർ സുനിത ഷൈജൻ, അധ്യാപകനായ പ്രദീപ്, സിന്ധു സലി, ഷാജി ഭഗവാൻ എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളം സ്വദേശി EK റഷീദ് എഴുതി ഓക്സിജൻ ബുക്സ് പ്രസിദ്ധീകരിച്ച അറിയപ്പെടാത്ത ജീവിതങ്ങൾ എന്ന നോവലിന്റെ പ്രകാശനം കുന്നംകുളത്ത് നടന്നു. മുനിസിപ്പൽ CV ശ്രീരാമൻ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MM നാരായണൻ ആദ്യ പതിപ്പ് ഡോക്ടർ സോയ ജോസഫിന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ഓക്സിജൻ ബുക്സ് ചീഫ് എഡിറ്റർ റഫീഖ് പട്ടേരി അധ്യക്ഷനായി. കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലർ ലബീബ് ഹസൻ, ഹെഡ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ലീഗൽ ICC ഇന്ത്യൻ എംബസി ഖത്തർ അംഗം അഡ്വക്കേറ്റ് M ജാഫർ ഖാൻ, അഡ്വക്കേറ്റ് സോയ ജോസഫ് എന്നിവർ സംസാരിച്ചു. നോവലിസ്റ്റ് EK റഷീദ് മറുപടി പ്രസംഗം നടത്തി. ഓക്സിജൻ ബുക്സ് ഡയറക്ടർ മുജീബ് പട്ടേൽ സ്വാഗതവും ഷൗക്കത്ത് കടങ്ങോട് നന്ദിയും പറഞ്ഞു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് പരിസരത്ത് മദ്യവിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ബീച്ച് പരിസരത്ത് ഡ്രൈഡേയിൽ സ്കൂട്ടറിൽ കറങ്ങി മദ്യവിൽപ്പന നടത്തിയ കാളിരകത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് വാടാനപ്പള്ളി എക്സൈസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 25 കുപ്പി മദ്യം പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദീപൂസ്, ഫൽഗുണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ബിബിൻ ചാക്കോ, എക്സൈസ് ഡ്രൈവർ ഗിരീഷ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളം തെക്കേയങ്ങാടി അമ്പലംപള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തെക്കേയങ്ങാടി സൗത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസൺ, ചമ്മന്നൂർ കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ആഷിഖ്, ചമ്മന്നൂർ കുന്നനായിൽ വീട്ടിൽ ഫായിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30യോടെയാണ് അപകടമുണ്ടായത്. തെക്കേയങ്ങാടി സൗത്ത് ബസാറിൽ നിന്നും ചിറളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇടറോഡിലേക്ക് തിരിഞ്ഞതോടെ പുറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും സ്കൂട്ടർ ഭാഗികമായും തകർന്നു. മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നെടുപുഴയിൽ കേരള വിഷൻ കേബിൾ ഓപ്പറേറ്ററായ MG ബിജു നിര്യാതനായി. 52 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അന്ത്യം. ആലപ്പാട്ട് മേച്ചേരിപ്പടി ജോർജിന്റെയും ഫിലോമിനയുടെയും മകനായ ബിജു അവിവാഹിതനാണ്. കേരള വിഷൻ ഫിനാൻസ് ഡയറക്ടർ, COA ജില്ലാ കമ്മിറ്റി അംഗം, COA ചേർപ്പ് മേഖലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രമുഖ ഹാം റേഡിയോ ഓപ്പറേറ്ററായ ബിജു 2018 പ്രളയം ഉൾപ്പെടെ നിരവധി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ ഭരണകൂടത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച പുറത്തൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി കാഞ്ഞിരപ്പ് ഉള്ളി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗീത ടീച്ചർ, രക്ഷാധികാരി CM സലിം, വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ, ജോയ്, ഇമ്രാൻ ഹൈദർ, ട്രഷറർ ഷെരീഫ് ആറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടിവേറ്റർ ലെനി സാറ ജോൺ ക്ലാസ് എടുത്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. വിവേകാനന്ദൻ മാഷിന്റെ ഫാമിലേക്കുള്ള യാത്ര കുട്ടികൾക്ക് നവ്യാനുഭവമായി. വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കളും കോഴികളും അടങ്ങിയ കുന്നംകുളം നെഹ്റു നഗർ വാർഡിലെ താമസക്കാരനായ റിട്ടയർഡ് അധ്യാപകൻ വിവേകാനന്ദന്റെ ഫാം കുന്നംകുളം CMS PG LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശിച്ചത്.
15-ൽ പരം അപൂർവ ഇനങ്ങളിൽപ്പെട്ട പശുക്കളെയാണ് വിവേകാനന്ദൻ മാഷ് വളർത്തുന്നത്. ഇന്ത്യൻ ജനസുകളായ നാടൻ പശുക്കളും ചില സങ്കര ഇനങ്ങളുമാണ് വളർത്തിപ്പോരുന്നത്. വെച്ചൂർ, കപില, പുങ്കന്നൂർ ഗീർ, ഖില്ലർ, വില്വാതിരി, റെഡ് സിന്ധി, കാസർഗോഡ് കുള്ളൻ, സ്വർണ്ണ കപില, റാത്തി, ജെയ്സി ക്രോസ്, ഹോൾസ്റ്റൈൻ ക്രോസ്, സുനന്ദിനി എന്നിവയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളായ നാടൻ ഇനം കോഴിയിനങ്ങളായ കരിങ്കോഴി, വിവിധ ഇനം ടർക്കികളുമായ ബോർബോൺ റെഡ്, ബ്യൂസ് സ്ലേറ്റ് തുടങ്ങിയവയും ഇദ്ദേഹം പരിചരിച്ചു വരുന്നു. വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, അധ്യാപകർ എന്നിവർക്കൊപ്പം ഫാമിലെത്തിയ വിദ്യാർത്ഥികൾക്ക് വിവിധയിനം പശുക്കളെക്കുറിച്ചും കോഴികളെയും കുറിച്ചും മാഷ് വിശദീകരിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം കൃത്യതയോടെ മറുപടി നൽകി. വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ കർഷകരും ആ രാജ്യത്തെ പട്ടാളക്കാരും, അത് രണ്ടുമാണ് ഞാൻ. പിന്നെ മൂന്നാമതാണ് നമ്മൾ ടീച്ചേഴ്സ്, അവർ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയും. സമൂഹം ഉണ്ടാക്കണം. ഏറ്റവും വലിയ അസറ്റാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, അറിയണം. ഉണ്ടാക്കിയ വെണ്ണയും മോരും മാഷ് കുട്ടികൾക്ക് നുണയാൻ നൽകി. കുട്ടികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ അദ്ദേഹത്തെ പൊന്നാടണിയിച്ച് ആദരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ഉപജില്ലാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. കുന്നംകുളം ബദിനി കോൺവെന്റ് സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ആൻമരിയ അനിൽ, TJ അനൈൻ മരിയ, S പ്രിയംവദ, KS നന്ദന, PS അനന്യ എന്നിവരാണ് ടീം അംഗങ്ങൾ. കായികാധ്യാപകനായ GVC വർഗീസാണ് പരിശീലകൻ. അധ്യാപകനായ നിയാസ് രാമപുരമാണ് കായിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നാഷണൽ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ തിരുവനന്തപുരം LNCP സ്പോർട്സ് ഹബ്ബിൽ നടത്തിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ അരുവായി VKM കളരിയിലെ വിദ്യാർത്ഥികൾ 2 സ്വർണവും 1 വെള്ളിയുമടക്കം 3 മെഡലുകൾ കരസ്ഥമാക്കി. 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 800ഓളം പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. MV അമൃത സീനിയർ മെയ്പയറ്റ് 1ാം സ്ഥാനം, MM ദേവിക ജൂനിയർ മെയ്പയറ്റ് 1ാം സ്ഥാനം, വേദ്നാഥ് കുന്നത്ത് സബ് ജൂനിയർ ചുവട് 2ാം സ്ഥാനം എന്നിവരാണ് ജേതാക്കൾ. പാരമ്പര്യ കളരി വൈദ്യനും കളരിപ്പയറ്റ് അധ്യാപകനുമായ MB വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് ഇവർ കളരിപ്പയറ്റ് അഭ്യസിച്ചത്. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള VKM കളരി ആയിരക്കണക്കിന് കുട്ടികൾക്ക് അഭ്യാസമുറകൾ പകർന്നു നൽകിയിട്ടുണ്ട്. നാഷണൽ ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നിവയിൽ കേരളത്തിനു വേണ്ടി മത്സരിക്കാൻ 3 പേരും യോഗ്യത നേടി. ഓഗസ്റ്റ് 18-ന് കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഞമനേങ്ങാട് ബോധിധർമ്മ കരാത്തെ അക്കാദമി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും 500ഓളം കരാത്തെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ 17 സ്വർണവും 18 വെള്ളിയും 14 വെങ്കലവും നേടി 153 പോയിന്റോടുകൂടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേട്ടം. അഡ്വക്കേറ്റ് ഷിഹാൻ KS മനോജിന്റെ നേതൃത്വത്തിലാണ് ബോധിധർമ്മ കരാത്തെ അക്കാദമിയുടെ പ്രവർത്തനം. ചാവക്കാട് അമൃത വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശാഭിമാന സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കെ പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനിടയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ലഫ്റ്റനന്റ് വിംഗ് കമാൻഡറും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ വിപിൻ ദേവിനെ ആദരമർപ്പിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ദേശീയ പതാകകൾ കൈകളിലേന്തിയ വിദ്യാർത്ഥികൾക്ക് മേജർ PJ സ്റ്റൈജു ദേശാഭിമാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരായ രമാദേവി N, സിന്ധു പുഷ്പൻ, സുനിത, സീമ, നിഖിൽ, വിഷ്ണു എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സെമിനാർ, സ്കിറ്റ് അവതരണം, ദേശഭക്തിഗാനാലാപനം, ദേശാഭിമാന പ്രതിജ്ഞ എന്നിവയുമുണ്ടായി. തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വിപിൻ ദേവിന്റെ വേർപാടിന്റെ ദേശസ്നേഹ സ്മരണകൾ സ്വാതന്ത്ര്യദിന വാരാചരണത്തിൽ പങ്കുവച്ചത് വൈകാരികമായാണ് വിദ്യാർത്ഥികൾ കേട്ടിരുന്നത്. വിദ്യാർത്ഥികളായ അർജുൻ അഹസ്, അദ്വൈത്, കീർത്തന എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപ്പള്ളി ഇടവകാംഗവും മുളന്തുരുത്തി വെട്ടിക്കൽ ഉദയഗിരി സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്നതുമായ പത്രോസ് മോർ ഒസ്താത്യോസ് മെത്രാപ്പൊലിത്തയുടെ 2ാം ഓർമ്മ പെരുന്നാളാഘോഷം സമാപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ധൂപപ്രാർത്ഥനയും നടത്തി. ചൊവ്വാഴ്ച രാവിലെ 6:30-ന് പ്രഭാത പ്രാർത്ഥന, തുടർന്ന് 7-ന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി കശീശയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും അനുസ്മരണവും നേർച്ചവിളമ്പും ഉണ്ടായി. പെരുന്നാളിന് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി.
കഴിഞ്ഞ 3 വർഷക്കാലമായി വടക്കേക്കാട് പഞ്ചായത്ത് 6-ാം വാർഡ് ഞമനേങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും അസുഖബാധിതർക്കും അവശതയനുഭവിക്കുന്നവർക്കും താങ്ങും തണലുമായി പ്രവർത്തിച്ചുവരുന്ന മാനവസേവാ സമിതിയുടെ 3-ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 25 ഞായറാഴ്ച നടക്കും. രാവിലെ 9 മുതൽ ഞമനേങ്ങാട് ചക്കിത്തറ പൂവത്തൂർ ക്ഷേത്രം ഹാളിലാണ് വാർഷികാഘോഷം. സേവാസമിതി പ്രസിഡന്റ് രമേശ് ചെമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മുഖ്യാതിഥിയാകും. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ പ്രധാനാധ്യാപകൻ സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തും. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം ദയാ ഹോസ്പിറ്റൽ ട്രോമ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ്, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും, കുട്ടികളിലെ രോഗവും രോഗപ്രതിരോധവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവയുണ്ടാകും. വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ശ്രീധരൻ മാക്കാലിക്കൽ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. പരിശോധനാ ക്യാമ്പിന് 8086673434 9048305040 എന്ന നമ്പറിൽ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവത്ര TM ഹാളിൽ നടത്തിയ കൂട്ടായ്മ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ KK മുബാറക്, പ്രസന്ന രണദീവ്, പ്രിയ മനോഹരൻ എന്നിവർ സംസാരിച്ചു. TM ഹനീഫ സ്വാഗതവും PP രണദീവ് നന്ദിയും പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ കാഞ്ഞിരമുക്ക് ഡിമോ സ്പോർട്സ് ക്ലബ് പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. അയലക്കാട് കായലോരം പാർക്കിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സുഭാഷ്, പ്രസിഡന്റ് ഗിരീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബാബുരാജ്, സിനീഷ്, നിഷാദ്, ഷാജി, വിജിത്ത്, ഷാഹുൽ ഹമീദ്, ബിജു ഘോഷ് എന്നിവർ ചേർന്ന് KT ജലീൽ MLAക്ക് ചെക്ക് കൈമാറി. കാഞ്ഞിരമുക്കിലെ യുവാക്കളുടെ കൂട്ടായ്മയായിട്ടുള്ള ഡിമോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. സന്നദ്ധ സംഘടനകളും യുവജന ക്ലബ്ബുകളും ഒക്കെ തന്നെ ഡിമോസ് കാഞ്ഞിരമുക്കിൻ്റെ വഴി മാതൃക പിന്തുടരണം എന്ന്. ശ്രീനാരായണ ഗുരുജയന്തിയുടെ ഭാഗമായി കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനാർദ്ദനൻ അദിയാരത്ത് അധ്യക്ഷത വഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, ശശിധരൻ കണ്ടംപുള്ളി, ഉമാദേവി, ലക്ഷ്മി പനോക്കിൽ, രശ്മി, സോണി, ഐഷ സിദ്ദിഖ്, അന്ന ഫ്രജിൻ, ലളിത ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കുന്നംകുളം അഡീഷണൽ പ്രൊജക്ട് സംഭരിച്ച 25,000 രൂപ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസിന് പ്രൊജക്ട് സെക്രട്ടറി ഉഷാദാസ് കൈമാറി. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. TC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി PM സോമൻ, KA തങ്കപ്പൻ, AA ഷറഫുദ്ദീൻ, CM പ്രശാന്ത്, C പ്രവീൺ എന്നിവർ സംസാരിച്ചു. TC ചെറിയാൻ പ്രസിഡന്റ്, AA ഷറഫുദ്ദീൻ സെക്രട്ടറി, CM പ്രശാന്ത് ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പഞ്ചവടി ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. തോട്ടുപുറത്ത് സുബിയുടെ വസതിയിൽ പതാക ഉയർത്തി. പ്രസിഡന്റ് സുബി തോട്ടുപുറത്ത്, സെക്രട്ടറി ജ്യോതി ബോസ്, ഗുരുവായൂർ യൂണിയൻ കൗൺസിലർ രാജൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രേമൻ, സോമൻ, നികുലേഷൻ, ധർമ്മ ബാലൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നിശ്ചല മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് എരുമപ്പെട്ടി പതിയാരം സ്വദേശി ജെറിൻ. ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രമായ മുണ്ടക്കൈ മല മുതൽ താഴ്വാരത്തിലെ വീടുകളും കവലയും ജെറിൻ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിലുണ്ട്. ചട്ടപ്പെട്ടിയും സ്പോഞ്ച്, തെർമോക്കോൾ, സിമന്റ്, കുമ്മായം, പുട്ടി എന്നിവയും അക്രലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഉരുൾപൊട്ടലിന്റെ നേർചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. മുരിങ്ങാത്തേരി വീട്ടിൽ ഡിനോയ്, രജി ദമ്പതികളുടെ മകനായ ജെറിൻ കുട്ടനല്ലൂർ ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 2ാം വർഷ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഇതിനു മുമ്പും നിരവധി ചിത്രങ്ങളും നിശ്ചല മാതൃകകളും തയ്യാറാക്കിയിട്ടുണ്ട്.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ൽ പഠനം നടത്തുന്ന സമയത്ത് NSSന് വേണ്ടി വരച്ച ഫ്രീഡം വാൾ ശ്രദ്ധ നേടിയിരുന്നു. ഞാൻ ധാരാളം ആർട്ടുകളും ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോഴാണ് ഈ മുണ്ടക്കൈ ദുരന്തം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്. ഒരുപാട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനൊരു സംഭവം ഒരു ആർട്ട് എൻ്റെ ക്യാൻവാസിൽ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തത്. ഇതിൽ വേണ്ടി വന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയാസിൻ്റെ സ്പോഞ്ച്, അതുപോലെ തന്നെ തെർമോക്കോള്, പിന്നെ അങ്ങനെ പെയിൻറ്റും, പിന്നെ ഈ പുട്ടി, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. നേരിട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ ഞാൻ കുറേ ഫോണിൽ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ചെയ്തു നിന്നിട്ട് അവസാനം ഡിവൈഎഫ്ഐ കാട്ടക്കമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ തട്ടുകട നടത്തി. വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25 സ്നേഹവീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് തട്ടുകട ഒരുക്കിയത്. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് മേഖലാ സെക്രട്ടറി ലെനിൻ VS, കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിസ് PM-ന് ആദ്യ വിൽപ്പന നടത്തി തട്ടുകട ഉദ്ഘാടനം ചെയ്തു. കാട്ടക്കമ്പാൽ മേഖലാ സെക്രട്ടറി ലെനിൻ VS, പ്രസിഡന്റ് ഷെറിൻ ഷാജൻ, ട്രഷറർ അനുമോൻ C തമ്പി, ജോയിന്റ് സെക്രട്ടറി അനേക് MV, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീർ KK, അഭിരാജ് KA, നിവേദ് PB തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ ഗുരുപൂജ നടന്നു. തുടർന്ന് ജയന്തി ആഘോഷത്തിന് സ്വാമി അമേയാനന്ദ പതാക ഉയർത്തി. പ്രാർത്ഥന, ജപം, ധ്യാനം, അന്നദാനം എന്നിവയും ഉണ്ടായി. ശാന്തിമാരായ അനന്തു, വേലായുധൻ എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻസാർ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫൈഹ കുഞ്ഞു താൻ സ്വരൂപിച്ചു വെച്ച കുടുക്ക പൊട്ടിച്ച് പണം നൽകി. കടവല്ലൂർ കലയംകുളങ്ങര റഫീഖ് ജസ്മിയ ദമ്പതികളുടെ മകളാണ് ഫൈഹ. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഏറ്റുവാങ്ങി. കലയംകുളങ്ങര മുഹമ്മദ്, മുൻ പ്രസിഡന്റ് UP ശോഭന, വാർഡ് മെമ്പർ നിഷിൽ, ADS പ്രേമ, പൊതുപ്രവർത്തകരായ ഷെരീഫ്, അലിഭായ്, ഷാജഹാൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. SNDP യോഗം കുന്നംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ 170-ാം ശ്രീനാരായണ ഗുരു മഹാജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ഗുരുജയന്തിയോടനുബന്ധിച്ച് ടൗൺ ഹാളിൽ രാവിലെ 5:30-ന് ഗണപതി ഹോമം, പീതപതാകാരോഹണം, ഹവനം, ശാന്തിമന്ത്രം, ഗുരു പുഷ്പാഞ്ജലി സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച പദയാത്ര നഗരം ചുറ്റി ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു. 500-ലധികം പേർ പങ്കെടുത്തു. പദയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുയോഗം യൂണിയൻ മുൻ പ്രസിഡന്റ് TR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇൻചാർജ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ജയന്തി സന്ദേശം നൽകി. ഗുരു ജയന്തി ജനറൽ കൺവീനർ EV ശങ്കരനാരായണൻ, സാമൂഹിക പ്രവർത്തകനും വ്യവസായിയുമായ CK ജോഷി, അഭിഭാഷകരായ CS പ്രതാപൻ, CB രാജീവ്, ഷാനി K കൃഷ്ണൻ, PB ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി PK മോഹനൻ, ചന്ദ്രൻ കിളിയംപറമ്പിൽ, KR രജിൽ, പത്മജ മോഹൻ, അനില, TM വിമോഷ്, MB ദിനേശ്, KK പ്രസന്നകുമാർ, MS പ്രകാശ്, ഗായത്രി, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗുരുജയന്തി പ്രസാദ വിതരണം ഉണ്ടായി. CCTV ന്യൂസ് കുന്നംകുളം. പുന്നൂർകുളം എടക്കര യുവധാര സാംസ്കാരിക വേദി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. കളക്ടറുടെ ഓഫീസിലെത്തിയാണ് പ്രവർത്തകർ ചെക്ക് കൈമാറിയത്. മെമ്പർമാരായ കമറു, അഷ്റഫ്, നിസാർ, ഷാഫി, ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP പുന്ന 5001 ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. പുന്ന ശാഖ പ്രസിഡന്റ് TK ദാസൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ EV ശശി, രേഖ അനിൽ, വനജ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പുന്ന ശാഖാ സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി മെമ്പർ MT ബാബു നന്ദിയും പറഞ്ഞു. മധുരപലഹാര വിതരണവും നടന്നു. വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ PTA തെരഞ്ഞെടുപ്പും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു. SSLC +2 പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം, സ്പോർട്സ് എന്നിവയിൽ വിവിധ മെഡലുകൾ നേടിയവർക്കും PTA പുരസ്കാരം നൽകി.
PTA കമ്മിറ്റിയിലേക്ക് 1.5 പതിറ്റാണ്ട് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുകയും 5 വർഷം PTA പ്രസിഡന്റ്, 3 വർഷം വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിലിരുന്ന് സ്കൂളിന്റെ സമഗ്ര വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച് പിരിഞ്ഞുപോകുന്ന ബിജു കണ്ടംപുള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും കാലം ഒരാൾ PTA കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതും ആദരവ് ഏറ്റുവാങ്ങുന്നതും. പ്രിൻസിപ്പാൾ PV അജിത, PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചന്നൂർ, PTA മെമ്പർ ഹരിദാസൻ തയ്യിൽ, HM AV സുമംഗലി, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക CA അനിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് സിറാജ്, വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, MPTA പ്രസിഡന്റ് സുഹറ, വൈസ് പ്രസിഡന്റ് രമ്യ, SMC ചെയർമാൻ ഗഫൂർ, വൈസ് ചെയർമാൻ സഫിയ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, പുന്നൂർകുളം. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കടവല്ലൂർ CDSലെ കുടുംബശ്രീകളിൽ നിന്നും ഓക്സിലറി ഗ്രൂപ്പുകളിൽ നിന്നുമായി സമാഹരിച്ച 1,49,510 രൂപയുടെ ചെക്ക് CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന് കൈമാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, മെമ്പർ സെക്രട്ടറി ബിന്ദു, അക്കൗണ്ടന്റ് മഞ്ജുള മനോജ്, CDS മെമ്പർമാർ, RPമാർ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ന്യൂസ് ഏജന്റ്സ് വെൽഫെയർ അസോസിയേഷൻ നവയുടെ 14ാമത് വാർഷിക സമ്മേളനം ചേർന്നു. നവ ഓഫീസിൽ ചേർന്ന സമ്മേളനം സംഘടനാ സീനിയർ പ്രസിഡന്റ് KADV സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NT പ്രവീൺ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ TK വിനു, CC ആന്റണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അബി ചിരൻ സ്വാഗതവും ട്രഷറർ KA ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. വിവിധയിടങ്ങളിലായി നടന്ന ദിനാചരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി CI ഇട്ടി മാത്യു, കൗൺസിലർമാരായ ബിജു C ബേബി, ലബീബ് ഹസൻ, മിനി മോൻസി, ഷാജി അലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ, മറ്റു നേതാക്കളും പങ്കെടുത്തു. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MA അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സാംസൺ പുലിക്കോട്ടിൽ, NM റഫീഖ്, NK അബ്ദുൾ മജീദ്, ബിജു C ജോബ്, സാംസൺ വാഴപ്പള്ളി, മറ്റു കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷനായ ചടങ്ങ് ഗുരുവായൂർ UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS സാറൂഖ്, കോൺഗ്രസ് നേതാക്കളായ TH റഹീം, നവാസ് തെക്കുംപുറം, അക്ബർ ചേറ്റുവ, KS സന്ദീപ്, CK ബാലകൃഷ്ണൻ, AK മുഹമ്മദ് അലി, ഷാജി കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് P ഗോപാലൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ കുന്നക്കാടൻ, കമറുദ്ദീൻ ഷാ, രാംദാസ്, മൂസ ആലത്തയിൽ, P രാജൻ, ടിപ്പു ആറ്റുപുറം, ധർമ്മൻ, സലീൽ അറക്കൽ, അൻവർ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത സംഭവ സ്ഥലത്തു നിന്നും സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. സരീഷ് പുളിഞ്ചേരിയുടെ വരികൾക്ക് അജയ് ജോസഫ് സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും ചിത്ര അരുണും ചേർന്ന് ആലപിച്ച ഗാനമാണ് പുറത്തിറങ്ങിയത്. കുഞ്ഞുവയറെരിഞ്ഞെന്നും നീ ചിണുങ്ങിക്കരയുമ്പോൾ പാലുണ്ട് മയങ്ങാൻ മാത്രം അമ്മ കയ്യിൽ നൽകാമച്ചൻ. കുഞ്ഞുവയറെരിഞ്ഞെന്നും നീ ചിണുങ്ങിക്കരയുമ്പോൾ പാലുണ്ട് മയങ്ങാൻ മാത്രം അമ്മ കയ്യിൽ നൽകാമച്ചൻ. കണ്ണെഴുതി പൊട്ടു തൊടാം, കവിളത്തൊരു മുത്തമിടാം, കടിഞ്ഞൂൽ കണിമലരെ കനിയെ ഉറങ്ങാരാ. സരീഷ് പുളിഞ്ചേരിയുടെ വരികൾക്ക് അജയ് ജോസഫ് സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും ചിത്ര അരുണും ചേർന്ന് ആലപിച്ച ഗാനമാണ് പുറത്തിറങ്ങിയത്. താരാട്ടുപാട്ടുകളെ എന്നും നെഞ്ചിലേറ്റിയ മലയാളി പ്രേക്ഷകരിലേക്ക് ഒരു അച്ഛന്റെ താരാട്ടുപാട്ടായാണ് കുന്നിമണി കിങ്ങിണിമുത്ത് എന്ന ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാനം റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്.
പോകേ ഞാനിന്നീ നൊമ്പരക്കാട്ടിൽ വാടിത്തളർന്നല്ലോ. സിനിമയിലെ നായിക കഥാപാത്രമായി അഭിനയിക്കുന്ന ഡയാന ഹമീദ്, ബാലതാരം മൃണ്മയി എ മൃദുൽ, സരീഷ് പുളിഞ്ചേരി, ജെയിൻ മരിയ എന്നിവരാണ് ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. സംഭവസ്ഥലത്തു നിന്നും എന്ന ചിത്രത്തിൽ സമൂഹത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സിൻസീർ, ഡയാന ഹമീദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ബിജോ തോമസ് തട്ടിൽ, ജോയ് കാഞ്ഞിരത്തിങ്കൽ ജോസ്, പീറ്റർ വർഗീസ്, ജോമോൻ ജോസ് എന്നിവർ ചേർന്നാണ്. സഞ്ജു എളവള്ളി, അഖിലേഷ് തയ്യൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. എല്ലാം നുള്ളിയെടുത്ത് വാസന്തം മറഞ്ഞെങ്ങോ പോകേ ഞാനിന്നീ നൊമ്പരക്കാട്ടിൽ വാടിത്തളർന്നല്ലോ. ഞാനിന്നീ നൊമ്പരക്കാട്ടിൽ വാടിത്തളർന്നല്ലോ. ഞാനിന്നീ നൊമ്പരക്കാട്ടിൽ. CCTV ന്യൂസ് വേലൂർ. വേലൂർ ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാസ്വേ ദിശ 2024 എന്ന പേരിൽ PSC മാതൃകാ പരീക്ഷ നടത്തി. വേലൂർ ഗവൺമെന്റ് RSRV സ്കൂളിൽ നടന്ന മാതൃകാ പരീക്ഷയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. പരീക്ഷയ്ക്ക് ശേഷം മൂല്യനിർണ്ണയവും ഓറിയന്റേഷൻ ക്ലാസും നടത്തി. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാതൃകാ പരീക്ഷ ഗുണകരമായെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. ഗ്രാസ്വേ പ്രവർത്തകരായ വിനീത്, സൂരജ്, ജോൺ ക്ലിന്റ്, ആൻഡ്രു, രാം പാണ്ഡെ, റിൻസി, പ്രവീൺ, അനിത, ഷഗേഷ്, സുർജിത്ത്, പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6660 രൂപ, പവന് 53,250 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 92 രൂപ. ചരമം കോട്ടോൽ മുക്കൂട്ട കുറ്റിയാട്ടിൽ കേശവൻ ഭാര്യ കല്യാണി നിര്യാതയായി 94 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഗംഗാധരൻ, ഭാർഗവി, സുബ്രഹ്മണ്യൻ, രാജൻ, രാജി, രജി എന്നിവർ മക്കളാണ്. തിച്ചൂർ പരേതനായ കുന്നത്ത് രാമൻ ഭാര്യ ദേവകി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. ശങ്കരൻകുട്ടി, മോഹനൻ, ശിവരാമൻ, രാധാകൃഷ്ണൻ, ലക്ഷ്മി, സരോജിനി, സൗമിനി, ഉഷാകുമാരി എന്നിവർ മക്കളാണ്. പഴഞ്ഞി കിഴക്കേ അങ്ങാടി കാക്കശ്ശേരി പരേതനായ KM ഡേവിഡ് മാസ്റ്റർ ഭാര്യ ശാന്ത നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. രജു, ബിജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാനൊരുങ്ങി സർക്കാർ. പുലിക്കളി ഉപേക്ഷിക്കണോ എന്ന ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പുലിക്കളിക്ക് അനുകൂല നിലപാട്. SC/ST ഉപസംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഭാരത് ബന്ദ്. കേരളത്തിൽ ഹർത്താൽ. പൊതുഗതാഗതത്തെയും സ്കൂളുകൾ, പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ല. വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വിവിധ ദളിത് സംഘടനകൾ. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനാണ് ശ്രമം നടത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. പാലപ്പെട്ടിയിൽ കാർ കത്തി നശിച്ചു. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാലപ്പെട്ടി ദുബായ് പടിയിൽ വെച്ച് കത്തിയത്. നാട്ടുകാരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിൽ കാർ യാത്രികർ രക്ഷപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേച്ചേരി മഴുവഞ്ചേരി ശ്രീവിഹാറിൽ P. രാജഗോപാലൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.